ഡിയർ സ്റ്റുഡൻസ്, ബിസിനസ് റെഗുലേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 എന്ന ആക്ടിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ടോപ്പിക്ക് മറ്റൊന്നുമല്ല, കപ്പാസിറ്റി ടു കോൺട്രാക്ട്. എന്താണ് കപ്പാസിറ്റി ടു കോൺട്രാക്ട്? അതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ടോപ്പിക്കായിട്ടുള്ള മൈനർ ലോ റിഗാർഡിംഗ് മൈനേഴ്സ് എഗ്രിമെൻറ്റ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നാം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ടോപ്പിക്കിലേക്ക് പോകാം. കപ്പാസിറ്റി ടു കോൺട്രാക്ട്. Capacity of the parties means that the contracting parties must be legally competent to contract. Competency to contract implies the legal ability of a person to enter into a valid contract. It refers to the legal capacity of a person to make a contract with other parties. According to section 10, competent person alone can create valid contract. Section 11 of the Contract Act explains who are competent to enter into a contract. According to this clause, every person is competent to enter into a contract if he is of the age of majority, he is of sound mind, and he is not disqualified by any law from contracting. അപ്പോൾ നമ്മളുടെ കോൺട്രാക്റ്റ് ആക്ടിനകത്ത് കപ്പാസിറ്റി ടു കോൺട്രാക്ട് എന്നുള്ള ടോപ്പിക്ക് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് സെക്ഷൻ 10 എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് വാലിഡ് കോൺട്രാക്ട് എന്ന ടോപ്പിക്കിനകത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഭാഗമാണ് കപ്പാസിറ്റി ടു കോൺട്രാക്ട്. എന്താണ് കപ്പാസിറ്റി ടു കോൺട്രാക്ട്? ലീഗൽ കോമ്പിറ്റൻസിയാണ് കപ്പാസിറ്റി ടു കോൺട്രാക്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ലീഗൽ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു എൻറ്റർ ഇൻ ടു എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പേഴ്സൻ്റെ ലീഗൽ എബിലിറ്റി അല്ലെങ്കിൽ ലീഗൽ കപ്പാസിറ്റിയാണ് കോമ്പിറ്റൻസി എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കോൺട്രാക്റ്റിനകത്തേക്ക് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു വാലിഡ് കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺട്രാക്റ്റിംഗ് പാർട്ടിക്ക് ലീഗൽ എബിലിറ്റി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ലീഗൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് ലീഗൽ കപ്പാസിറ്റി? ഒരു ബൈൻഡിങ് കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ അതർ പേഴ്സണ് എൻഫോഴ്സ് ചെയ്യാനുള്ള ആ ഒരു റൈറ്റ് നേടിക്കൊടുക്കുന്ന യഥാർത്ഥം എന്താണ്? ഈ ലീഗൽ കപ്പാസിറ്റി ഉണ്ടാകുമ്പോഴാണ്. ഓക്കെ, ആ സെക്ഷൻ 11 പറയുന്നത് ശ്രദ്ധിക്കുക. എവരി പേഴ്സൺ ഈസ് കോമ്പിറ്റൻറ്റ് ടു എൻറ്റർ ഇൻ ടു എ കോൺട്രാക്ട് ഇഫ് ഹി ഈസ് ഓഫ് ദി ഏജ് ഓഫ് മെജോറിറ്റി. അപ്പോൾ ലീഗൽ കോമ്പിറ്റൻസി ഉണ്ടാവാൻ കാരണമായിട്ടുള്ള 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തത്, ഹി ഈസ് ഓഫ് ദി ഏജ് ഓഫ് മെജോറിറ്റി. അയാൾക്ക് എന്തുണ്ടായിരിക്കണം? ഏജ് ഓഫ് മെജോറിറ്റി ഉള്ള ആളായിരിക്കണം, അല്ലേ? ഏജ് ഓഫ് മെജോറിറ്റി എല്ലാവർക്കും അറിയാം, 18 years ഓഫ് ഓൾഡ്. ഓക്കെ, രണ്ടാമത്തെ പറഞ്ഞത് ഹി ഈസ് ഓഫ്
സൗണ്ട് മൈൻഡ് പേഴ്സൺ. എന്താണ് സൗണ്ട് മൈൻഡ്? അയാൾക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനുള്ള, നല്ലതും ചീത്തതും മനസ്സിലാക്കാനുള്ള, അനുകൂലമാണോ പ്രതികൂലമാണോ എന്നത് ചിന്തിക്കാനുള്ള ആ ഒരു റാഷണൽ ജഡ്ജ്മെന്റ് നടത്താനുള്ള കപ്പാസിറ്റിയാണ് സൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞത്. മൂന്നാമത്തത്, ഹി ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ലോ ഫ്രം കോൺട്രാക്ടിങ്. ഏതെങ്കിലും നിയമപ്രകാരം കോൺട്രാക്റ്റിനകത്ത് ഏർപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡിസ്ക്വാളിഫിക്കേഷനുള്ള ആളാവാനും പാടില്ല. ഈ പറയുന്ന സൗണ്ട് മൈൻഡ് പേഴ്സൺ ആയിരിക്കാം, മേജർ ആയിരിക്കാം, പക്ഷെ ഏതെങ്കിലും നിയമപ്രകാരം അവർ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടുള്ളതല്ല. അപ്പോൾ ഈ 3 കാറ്റഗറി അല്ലെങ്കിൽ ഈ 3 രീതിയിലുള്ള കാര്യങ്ങളിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്ക് മാത്രമേ ലീഗൽ കോമ്പിറ്റൻസി അല്ലെങ്കിൽ ലീഗൽ കപ്പാസിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അഥവാ അത്തരം ആളുകൾക്ക് മാത്രമേ വാലിഡ് കോൺട്രാക്റ്റിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്നർത്ഥം. ഓക്കെ, ഇനി നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് ആരാണ് മൈനർ. ആ മൈനറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്തെല്ലാം റൂൾസ് ആണ് നിലവിലുള്ളത്. അപ്പോൾ ആരാണ് മൈനർ എന്ന് നോക്കാം. എ പേഴ്സൺ ഹു ഈസ് നോട്ട് അറ്റൈനിങ് ദി ഏജ് ഓഫ് മെജോറിറ്റി ഈസ് എ മൈനർ. ഏജ് ഓഫ് മെജോറിറ്റി അറ്റൈൻ ചെയ്തിട്ടില്ലാത്ത ആളിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? മൈനർ. അക്കോർഡിംഗ് ടു സെക്ഷൻ 3 ഓഫ് ദി ഇന്ത്യൻ മെജോറിറ്റി ആക്ട് 1875, എ പേഴ്സൺ who has not completed his age of 18 years is considered to be a minor. അപ്പോൾ ഇന്ത്യൻ മൈനോറിറ്റി ആക്ട് 1875 പ്രകാരം അതിൻ്റെ സെക്ഷൻ 3 പറയുന്നത് ഒരാൾ അയാളുടെ ഏജ് ഓഫ് മെജോറിറ്റി, ദാറ്റ് മീൻസ് 18 ഇയേഴ്സ് ഓഫ് ഓൾഡ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ മൈനറായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, എന്നാൽ മറ്റ് ചില രീതിയിലുള്ള സാഹചര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിരിക്കണം. ഇഫ് എ മൈനർ ഈസ് അണ്ടർ ദി കെയർ ആൻഡ് കസ്റ്റഡി ഓഫ് ദി കോർട്ട് ആൻഡ് എ ഗാർഡിയൻ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദി കോർട്ട് ഫോർ ദി മൈനർ, ഇൻ സച്ച് എ കേസ് ദി മൈനർ ബിക്കംസ് മേജർ ഓൺലി ഓൺ ദി കംപ്ലീഷൻ of the age of 21 years. ഇനി ഈ ഒരു സാഹചര്യം പറയുന്നത് ഒരു മൈനർ ദി കെയർ ആൻഡ് കസ്റ്റഡി ഓഫ് ദി കോർട്ട്, ഒരു കോർട്ടിൻ്റെ കെയർ ആൻഡ് കസ്റ്റഡിയിലാണ് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കോർട്ട് ആ ഒരു മൈനർക്ക് വേണ്ടിയിട്ട് ഒരു ലീഗൽ ഗാർഡിയനെ അപ്പോയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അത്തരം സാഹചര്യങ്ങളിൽ ഒരു മൈനർ മേജറായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം 21 വയസ്സ് കംപ്ലീറ്റ് ആക്കിയിരിക്കണം. ഓക്കെ, അഥവാ നോർമൽ സിറ്റുവേഷൻസിനകത്ത് 18 ഇയേഴ്സ് ഓഫ് ഓൾഡാണ് മൈനർ മേജറായിട്ട് മാറാനുള്ള ഏജ് ഓഫ് മെജോറിറ്റി ആയിട്ട് പ്രതിപാദിക്കുന്നത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ പാരൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ ഇനി അതല്ലെങ്കിൽ പാരൻസ് മരണപ്പെട്ടതായിട്ടുള്ള വിഷയങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വല്ല പ്രയാസങ്ങളൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ ഒരു പക്ഷേ കോടതിയുടെ കെയർ ആൻഡ് കസ്റ്റഡിയിലായിരിക്കാം ഒരു മൈനർ ഉണ്ടായിരിക്കുക. അത്തരം സാഹചര്യങ്ങളിൽ എന്തുണ്ടാവാറുണ്ട്? ആ ഒരു മൈനറുടെ മറ്റ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, മൈനറെ കൃത്യമായിട്ട് പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതി ലീഗൽ ഗാർഡിയനെ അപ്പോയിന്റ് ചെയ്യാം. അഥവാ സ്വന്തം അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഉമ്മയോ വാപ്പയോ അല്ലാത്ത മറ്റൊരാളിനെ ലീഗൽ ഗാർഡിയനായിട്ട് അപ്പോയിന്റ് ചെയ്യാം. ഇത്തരം സാഹചര്യങ്ങളിൽ മൈനർ മേജറായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ 21 ഇയേഴ്സ് ഓഫ് ഓൾഡ് അദ്ദേഹം എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ആക്കിയിരിക്കണം. അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ? മൈനർ മേജറായിട്ട് മാറുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 2 സിറ്റുവേഷൻസ് ആണ് എന്ത് ചെയ്യേണ്ടത്? മൈനർ എന്നുള്ളതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ലോ റിഗാർഡിങ് മൈനേഴ്സ്
എഗ്രിമെൻറ്റ്. ഇനി മൈനേഴ്സ് എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തെല്ലാം നിയമങ്ങളാണ് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് നിലവിലുള്ളത് എന്നൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത്, ആൻ അഗ്രിമെൻറ്റ് ബൈ ഓർ വിത്ത് എ മൈനർ ഈസ് വോയിഡ്. ഇനി ഒരു മൈനറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എഗ്രിമെൻറ്റ് അല്ലേ, എഗ്രിമെൻറ്റ് ബൈ ഓർ വിത്ത് എ മൈനർ ഈസ് വോയിഡ്. എന്താണ് അത്? വോയിഡ് ആണ്. The Contract Act is silent on the question as to whether the contract entered into by a minor is void or voidable. Various high courts in India gave different opinion on this point. Some of the high court declared that a contract entered into by a minor was voidable, and some of the high court decided that it was void. This was the position in the famous case Mohiri Bibi versus Dharmadas Gose, that the contract by a minor is void. അപ്പോൾ ഒരു മൈനറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കോൺട്രാക്റ്റ് വോയിഡ് ആണോ വോയിഡബിൾ ആണോ എന്ന കാര്യത്തിനകത്ത് പല കോടതികളുടെ ഡിസിഷൻസ് എന്താണ്? വ്യത്യസ്തമായിട്ടുള്ള ഡിസിഷനാണ്. അവ വോയിഡ് ആണെന്ന് പറയുന്നു, വോയിഡബിൾ ആണെന്ന് പറയുന്നു. എന്നാൽ ഇവിടെ മൊഹിരി ബിബി വേഴ്സസ് ധർമ്മദാസ് ഗോസെ എന്ന് പറയുന്ന ആ ഒരു ഫേമസ് കേസിനകത്ത് പറയുന്നത് എന്താണ്? മൈനറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആ ഒരു കോൺട്രാക്റ്റ് വിത്ത് എ മൈനർ ഓർ ബൈ എ മൈനർ ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? വോയിഡ് കോൺട്രാക്റ്റ് ആണ് എന്നതാണ് പറയുന്നത്. ഇവിടെ മൈനറുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കോൺട്രാക്റ്റ് വോയിഡ് ആണോ വോയിഡബിൾ ആണോ എന്നുള്ള വിഷയത്തിൽ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് സൈലന്റ് ആണ്. ഓക്കെ, രണ്ടാമത്തെ കേസ്, മൈനർ ഈസ് നോട്ട് ബൗണ്ട് ടു റിട്ടേൺ ദി ബെനിഫിറ്റ് റിസീവ്ഡ്. According to section 65 of the Indian Contract Act, a person who has obtained a benefit under a void contract must return the benefit when the contract becomes void. So the question arises whether a minor is bound to return the benefits which he obtained under any contract by him. This issue was settled in Mohiri Bibi case. According to the decision of the case, if a minor has received any benefit under a void agreement, he cannot be asked to compensate or refund it. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൈനർ ഒരിക്കലും അയാൾക്ക് ലഭിച്ചതായിട്ടുള്ള ബെനിഫിറ്റ് റിട്ടേൺ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടില്ല എന്നതാണ്. ഓക്കെ, ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 65 പ്രകാരം ഒരു വോയിഡ് കോൺട്രാക്റ്റിൻ്റെ ബേസിൽ എന്തെങ്കിലും രീതിയിലുള്ള ബെനിഫിറ്റ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ബെനിഫിറ്റ് റിട്ടേൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മസ്റ്റാണ്, നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ ഒരു മൈനറുമായിട്ട് ബന്ധപ്പെട്ട കേസിനകത്ത്, അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മോഹിരി ബിബി വേഴ്സസ് ധർമ്മദാസ് ഗോസെ എന്ന് പറയുന്ന ആ ഒരു കേസിനകത്ത് കോർട്ട് ഡിസൈഡ് ചെയ്തിട്ടുള്ളത് ആ മൈനർ റിസീവ് ചെയ്തതായിട്ടുള്ള ബെനിഫിറ്റ് അയാൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ടതില്ല, റിട്ടേൺ ചെയ്ത് കൊടുക്കേണ്ടതില്ല. ദാറ്റ് മീൻസ് ഒരു വോയിഡ് അഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മൈനർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബെനിഫിറ്റ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കോമ്പൻസേഷൻ നൽകേണ്ടതോ അല്ലെങ്കിൽ ആ ഒരു ബെനിഫിറ്റ് റിട്ടേൺ ചെയ്ത് കൊടുക്കേണ്ടതോ ആയിട്ടുള്ള കാര്യമില്ല എന്നുള്ളതാണ് എന്ത് മോഹിരി ബിബി കേസിനകത്ത് കോർട്ട് ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മൈനർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഓക്കെ, മൂന്നാമത്തെ നോക്കാം. എ മൈനർ cannot ratify his act. Since a contract by a minor is void ab initio, it cannot be ratified by him even after he becomes major. Suppose a person on attaining majority promises to repay the money which was lent to him during his minority. Can that promise be enforced
it cannot be enforced at all since consideration given during minority is held to be no consideration at all. That means no consideration, no contract. അപ്പോൾ ഇവിടെ ഒരു മൈനർ അയാളുടെ മൈനോറിറ്റിയിൽ അയാൾ ചെയ്തിട്ടുള്ള ഒരു ആക്ട് റാറ്റിഫൈ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. ദാറ്റ് മീൻസ് പ്രായശ്ചിത്തം ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല എന്നതാണ്. ഓക്കെ, അഥവാ ഒരു മൈനറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആ ഒരു കോൺട്രാക്റ്റ് ഇറ്റ് ഈസ് വോയിഡ് അബ് ഇനീഷ്യോ. അതെന്താണ് വോയിഡ് അബ് ഇനീഷ്യോ? അതിൻ്റെ തുടക്കത്തിൽ അത് വോയിഡാണ്. അതുകൊണ്ട് തന്നെ അവിടെ അത്തരം സിറ്റുവേഷൻസിനകത്തുള്ള യാതൊരു കാര്യത്തെയും റാറ്റിഫൈ ചെയ്യേണ്ടതില്ല. ദാറ്റ് മീൻസ് പ്രായശ്ചിത്തം നൽകേണ്ടതായിട്ട് വരുന്നില്ല. ഓക്കെ, ഇനി എപ്പോഴും വേണ്ട, ഇനി അയാൾ മൈനർ ആയിരിക്കുന്ന സമയത്ത് ചെയ്തൊരു കാര്യത്തിനുള്ള പ്രായശ്ചിത്തം അല്ലെങ്കിൽ റാറ്റിഫിക്കേഷൻ അത് അയാൾ മേജർ ആയതിനു ശേഷം നൽകേണ്ടതും വരുന്നില്ല എന്നതാണ്. ഓക്കെ, ഇനി അങ്ങനെ വല്ല രീതിയിലുള്ള കോമ്പൻസേഷനും നൽകാമെന്ന് പ്രോമിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണോ? അവിടെയും പറയുന്നു അതും എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം എന്താണ്? മൈനർ ആയിരിക്കുന്ന സമയത്ത് ചെയ്തതായിട്ടുള്ള ഒരു കാര്യത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്കൊരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യമല്ല. ദാറ്റ് മീൻസ് അത് കൺസിഡറേഷനായിട്ട് പരിഗണിക്കുന്നില്ല. കൺസിഡറേഷൻ ഇല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനും സാധ്യമല്ല. ഓക്കെ, ആൻഡ് ഫോർത്ത് വൺ, റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി പ്രോപ്പർട്ടി ഫ്രം എ മൈനർ in case of fraud. When a minor has obtained any property by making false representation that he is a major, then the minor can, on principle of equity, be compelled to restore the said property to the original owner, provided it is identifiable and is still in his possession. This is called restitution of fraud. ഇവിടെ ഒരു മൈനർ ഒരു പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നു? ഒബ്റ്റെയിൻ ചെയ്യുന്നു ബൈ മേക്കിംഗ് ഫാൾസ് റെപ്രസെൻറ്റേഷൻ. അല്ലേ, ഒരു ഫാൾസ് റെപ്രസെൻറ്റേഷൻ നടത്തിയിട്ട് എന്ത് ചെയ്യാണ്? ഒരു മൈനർ വല്ല രീതിയിലുള്ള പ്രോപ്പർട്ടിയും ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഈ പറഞ്ഞ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ദാറ്റ് മീൻസ് അവിടെ ആ ഒരു പ്രോപ്പർട്ടി, സെറ്റ് പ്രോപ്പർട്ടി ഒറിജിനൽ ഓണർക്ക് റീസ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ദാറ്റ് മീൻസ് അത് റിട്ടേൺ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, എങ്ങനെയാണെങ്കിൽ ആ ഒരു വസ്തു മൈനറുടെ കൈവശം ഉണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി ഫ്രോഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സപ്പോസ് ദി മൈനർ ഹാസ് പാർട്ടഡ് വിത്ത് പൊസഷൻ, restitution becomes impossible and he cannot be compelled to pay money or to return the article which the minor purchased. ഇനി ഇവിടെ ഈ റെസ്റ്റിറ്റ്യൂഷൻ നടപ്പില്ല, നോ റെസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അഥവാ ഈ ഒരു പ്രോപ്പർട്ടി മൈനറുടെ കൈവശം ഇല്ല, അത് അതിൻ്റെ പാർട്ട് മാത്രം അല്ലെങ്കിൽ ഫുള്ളായിട്ട് അതെന്ത് ചെയ്തിട്ടുണ്ട്, അത് മറ്റേതെങ്കിലും ആളുകൾക്ക് നൽകുകയോ മറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാളുടെ കൈവശം ഇല്ല എങ്കിൽ അവിടെ ഈ പറയുന്ന റെസ്റ്റിറ്റ്യൂഷൻ ഇമ്പോസിബിൾ ആണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ വാങ്ങിക്കുകയോ അതല്ലെങ്കിൽ അതിനുള്ള ക്യാഷ് കൊടുക്കുകയോ ഇങ്ങനെയുള്ള യാതൊരു രീതിയിലുള്ള കോമ്പൻസേഷനും മൈനർ നൽകേണ്ടതായിട്ട് വരുന്നില്ല. ദാറ്റ് മീൻസ് അവിടെ ബെനിഫിറ്റ് അയാൾ റിസീവ് ചെയ്തിട്ടുള്ളത് എന്ത് ചെയ്യേണ്ടതില്ല, തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഫ്രോഡിലൂടെയാണ് ഇത്തരത്തിൽ പ്രോപ്പർട്ടി ഒബ്റ്റെയിൻ ചെയ്തതെങ്കിൽ അത് മൈനറുടെ കൈവശം ഉണ്ടെങ്കിൽ അത് റീസ്റ്റോർ ചെയ്യാമെന്നുള്ളതല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ അത് റീസ്റ്റോർ ചെയ്യാനുള്ള അവകാശം ലഭിക്കുന്നില്ല എന്നതാണ് എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അപ്പോൾ റെസ്റ്റിറ്റ്യൂഷൻ ഇവിടെ നമുക്ക് സാധ്യമായിട്ട് വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, ദി പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പൽ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു മൈനർ. The general principle of estoppel is that when one person by his false and fraudulent representation makes another person to believe a thing to be true, such a person in subsequent proceeding will not be allowed to deny the truth of that thing. But
in case of a minor is not bound by his misrepresentation. So, if a minor fraudulently represents himself as a major and entered into a contract, he will not be prevented or stopped from setting up the defense that he was a minor at the time of contract. അപ്പോൾ ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കേസിൽ ഒരാൾ എന്ത് ചെയ്യണം, ഒരു ഫാൾസ് റെപ്രസെൻറ്റേഷൻ നടത്തി അല്ലെങ്കിൽ ഒരു ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ നടത്തി, അത് മറ്റൊരാൾ എന്ത് ചെയ്തു, ശരിയാണെന്ന് അങ്ങ് വിശ്വസിക്കുകയും ചെയ്തു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ നടത്തിയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ട്രൂത്താണ് എന്നുള്ള രീതിയിൽ വിശ്വസിച്ച് കഴിഞ്ഞിട്ട് അയാൾ എന്തെങ്കിലും രീതിയിലുള്ള പ്രൊസീഡിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത്തരം സാഹചര്യത്തിൽ നിന്നും പിന്നീട് ഈ റെപ്രസെൻറ്റേഷൻ നടത്തിയിട്ടുള്ള ആൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അതിനെ ഡിനൈ ചെയ്യാനായിട്ട് സാധ്യമല്ല എന്നതാണ് പൊതുവേ ഉള്ള ഒരു ജനറൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പൽ അഥവാ ഈ ഒരു ന്യായീകരണം മൈനറുടെ കേസിനകത്ത് നമുക്ക് ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, ഒരു മൈനർ അയാൾ മേജറാണ് എന്നുള്ള ആ ഒരു ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ നടത്തിയിട്ട് ഒരു കോൺട്രാക്റ്റിനകത്ത് എൻ്റർ ചെയ്തു എന്ന് വിചാരിക്കുക അല്ലേ. അയാൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു, അതിൽ എന്തെങ്കിലും രീതിയിലുള്ള ബെനിഫിറ്റ് ഒക്കെ കിട്ടിയതിന് ശേഷം ഇയാൾ പറയണത് ഞാനൊരു മൈനറാണ് എന്നുള്ളത് കോടതി മുൻപാകെ അവതരിപ്പിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ യാതൊരു രീതിയിലുള്ള പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പലും യാതൊരു രീതിയിലുള്ള ന്യായീകരണവും അതർ പാർട്ടിക്ക് നടത്താൻ സാധ്യമല്ല. അപ്പോൾ ഞാൻ മേജറാണെന്ന് വിചാരിച്ച് ചെയ്തതാണ്, അല്ലെങ്കിൽ മൈനറാണെന്ന് അറിയാതെ ചെയ്തു പോയതാണ്, ഇങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള എസ്റ്റോപ്പൽ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് മൈനറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നില്ല എന്നർത്ഥം. ഓക്കെ, ആറാമതായിട്ട് എ മൈനർ ഈസ് ലയബിൾ ഫോർ നെസസറീസ് സപ്ലൈഡ്. ഇഫ് every contract of a minor is void, the minor might find himself in difficulties because in such a case no one might lend him money. So the law has held that contracts by minor are valid and will bind them if they are for their necessaries. Food and clothes may be taken as simple example of necessaries. Thus, law allows even minors to enter into contract or necessaries alone. ഇവിടെ എല്ലാ രീതിയിലുള്ള മൈനറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ രീതിയിലുള്ള കോൺട്രാക്റ്റുകളും വോയിഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും മൈനർക്ക് പല രീതിയിലുള്ള ഡിഫിക്കൽട്ടീസ് നേരിടേണ്ടതായിട്ട് വരും അല്ലേ. അഥവാ ഫുഡ്, ഷെൽട്ടർ, ക്ലോത്ത്, ഇങ്ങനെ പോയിട്ട് അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ട് വരുന്ന ആ ഒരു മൈനർക്ക് നെസസറി ആയിട്ട് വരാവുന്ന കാര്യങ്ങളിൽ പോലും അയാൾ എന്ത് ചെയ്യേണ്ടി വരും, ബുദ്ധിമുട്ട് നേരിടേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ലോ എന്ത് ചെയ്യുന്നത്, ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു മൈനർക്ക് വാലിഡ് കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, അവിടെ മൈനർ ബൈൻഡിങ് ആയിരിക്കും എന്നുള്ള ആ ഒരു രീതിയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നെസസറീസുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളിൽ മൈനർ ലയബിളാണ് അല്ലേ. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള പ്രധാന കാര്യം, മൈനർ അല്ല യഥാർത്ഥത്തിൽ ലയബിൾ ആകുന്നത്, പകരം മൈനറുടെ പ്രോപ്പർട്ടിയാണ് ലയബിൾ ആകുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അഥവാ മൈനർക്ക് യാതൊരു രീതിയിലുള്ള ലയബിലിറ്റിയും ഇല്ല, മൈനറുടെ പ്രോപ്പർട്ടി ലയബിൾ ആണ്. എന്തെങ്കിലും രീതിയിലുള്ള നെസസറീസ് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, നെസസറീസ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കി വെക്കുക, ഫുഡ്, ഷെൽട്ടർ, ക്ലോത്ത്, ഇങ്ങനെ ബേസിക് നീഡ്സ് ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വരുന്ന കാര്യങ്ങളാണ് നെസസറീസ് എന്ന് എണ്ണി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മൈനർക്ക് കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതെന്താണ്, ബൈൻഡിങ് കോൺട്രാക്റ്റ് ആയിട്ട് വാലിഡ് ആയിട്ട് പരിഗണിക്കുന്നതാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് മൈനർ അല്ല യഥാർത്ഥത്തിൽ ലയബിൾ ആകുന്നത്, മൈനറുടെ പ്രോപ്പർട്ടിയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ലയബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, സെവൻത്ത് വൺ, സർവീസ് റെൻറ്റഡ് ടു എ മൈനർ. ഇനി ഇതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻറ്റ് ടു നോട്ട് ദാറ്റ് സർട്ടൻ സർവീസസ് റെൻറ്റഡ് ടു എ മൈനർ ഹാവ് ബീൻ ഹെൽഡ് ടു ബി നെസസറീസ്. ഇനി ഇവിടെ നമുക്ക് മനസ്സിലാക്കാം എന്ത്,
ഇനി ചില രീതിയിലുള്ള മൈനർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ചില സർവീസുകളും എന്ത് ചെയ്യാറുണ്ട്, നെസസറീസ് ആയിട്ട് പരിഗണിക്കാറുണ്ട്. എഡ്യൂക്കേഷൻ, മെഡിക്കൽ എയ്ഡ്, അതുപോലെ തന്നെ ലീഗൽ അഡ്വൈസ്, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ അതെന്താണ് മൈനർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള സർവീസുകളായിരിക്കാം, അല്ലേ, നെസസറി സർവീസുകളായിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ നേരത്തെ നെസസറി സപ്ലൈഡ് എന്ന് പറഞ്ഞ പോലെ തന്നെ മൈനർക്ക് എന്ത് ചെയ്യാം, കോൺട്രാക്റ്റിൽ ഏർപ്പെടാം, മൈനറുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. അത്തരം കോൺട്രാക്റ്റിന് എന്തുണ്ട്, വാലിഡിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെയും മൈനറുടെ പ്രോപ്പർട്ടി ലയബിൾ ആണ്. ഓക്കെ, മൈനർ അല്ല ലയബിള്, മൈനറുടെ പ്രോപ്പർട്ടിയാണ് എന്ത് അവിടെ ലയബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി എട്ടാമത് നോക്കുക, മൈനർ ആസ് പ്രോമിസി ഓർ ബെനിഫിഷ്യറി. The Contract Act does not prevent a minor from becoming a promisee. അവിടെ കോൺട്രാക്ട് ആക്ട് എന്ത് ചെയ്യുന്നില്ല, ഒരു മൈനർ പ്രോമിസി ആയിട്ട് വരുന്നിടത്ത് അഥവാ ബെനിഫിഷ്യറി ആയിട്ട് വരുന്നിടത്ത് അവിടെ കോൺട്രാക്ട് ആക്ട് എന്ത് ചെയ്യുന്നില്ല, മൈനർ തടയുന്നില്ല, അല്ലേ. ഒരു മൈനർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പ്രോമിസി ആയിട്ട് അല്ലെങ്കിൽ ബെനിഫിഷ്യറി ആയിട്ട് വരാവുന്നതിന് യാതൊരു രീതിയിലുള്ള മുടക്കവുമില്ല. കാരണം അദ്ദേഹത്തിന് ലയബിലിറ്റി കാര്യങ്ങളൊന്നും വരുന്നില്ല എങ്കിൽ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബെനിഫിറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. അതിനെന്തില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, മൈനർ ആസ് ആൻ ഏജന്റ്. ഇനി മൈനർ ഏജൻ്റായിട്ട് ഒരു മൈനർ അപ്പോയിൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണോ എന്നുള്ളതാണ്. എ മൈനർ ക്യാൻ ബി അപ്പോയിൻറ്റഡ് ആസ് ആൻ ഏജന്റ്. ഹി ക്യാൻ റെപ്രസെൻറ്റ് ഹിസ് പ്രിൻസിപ്പൽ ഇൻ ഡീലിംഗ് വിത്ത് അതർ പാർട്ടീസ്. The principal will be responsible to the third party for the act of his minor agent, but he cannot recover any compensation from his minor agent for loss caused to him due to the act of the minor. In short, minor can act as an agent. അപ്പോൾ ഒരു മൈനറെ ഏജൻ്റായിട്ട് വേണമെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യാം. ഓക്കെ, ഒരു ഏജൻസി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഏജന്റ് ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ അനന്തരഫലം അനുഭവിക്കേണ്ട ആൾ യഥാർത്ഥത്തിൽ പ്രിൻസിപ്പളാണ്. അഥവാ പ്രിൻസിപ്പൾക്കാണ് അതിൻ്റെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്, ഏജന്റിനല്ല എന്നതാണെന്ത് ഏജൻസിയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഒരു ഏജന്റായിട്ട് മൈനറെ അപ്പോയിന്റ് ചെയ്യുന്നതിന് യാതൊരു രീതിയിലുള്ള പ്രശ്നവുമില്ല. കാരണം എന്താണ്, പ്രിൻസിപ്പൾക്കാണ് എല്ലാ വിധത്തിലുള്ള റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വരുന്നതെന്നുള്ളതുകൊണ്ട് മൈനറെ ഏജൻ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം. എന്നാൽ മൈനർ ക്രിയേറ്റ് ചെയ്തതായിട്ടുള്ള ആ ഒരു അല്ലെങ്കിൽ മൈനറുടെ ആക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വന്നതായിട്ടുള്ള എന്തെങ്കിലും ലോസ് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലേ, പ്രിൻസിപ്പൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ലോസിന് കോമ്പൻസേഷൻ നേടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് കോമ്പൻസേഷൻ റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യാതൊരു രീതിയിലുള്ള റൈറ്റും ആർക്കും ഉണ്ടായിരിക്കില്ല, പ്രിൻസിപ്പൾക്ക് ഉണ്ടായിരിക്കില്ല എന്നതും ഇതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഒരു മൈനറെ എന്തായിട്ട് ഏജൻ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് യാതൊരു രീതിയിലുള്ള പ്രശ്നവുമില്ല, അയാൾക്ക് യാതൊരു രീതിയിൽ ലയബിലിറ്റിയും വരാതിരിക്കണം എന്നുള്ളത് മാത്രമേ അവിടെ വരുന്നുള്ളൂ. ഓക്കെ, അടുത്തൊന്ന് പറയുന്നത് മൈനർ ആസ് എ പാർട്ട്ണർ. A minor cannot be a partner, but he may be admitted to the benefits of partnership. He has no right to take part in the management of the firm, but his liability are limited to the extent of his interest in the partnership. ഇനൊരു മൈനറെ പാർട്ട്ണറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. ഒരു മൈനറെ ഒരിക്കലും പാർട്ട്ണറായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്പോയിൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. അഥവാ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം ഒരു പാർട്ട്ണറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ സാധ്യമല്ല. അഥവാ പാർട്ട്ണർക്ക് വരുന്ന സകലമാന ലയബിലിറ്റീസും ആർക്ക് വരില്ല, മൈനർക്ക് ഏറ്റെടുക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ മൈനറെ പാർട്ട്ണറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഒരു മൈനറെ അഡ്മിറ്റ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്? പാർട്ട്ണർഷിപ്പിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് മാത്രം. ദാറ്റ് മീൻസ് ബെനിഫിഷ്യറി ആയിട്ട് മാത്രം അപ്പോയിൻറ്റ് ചെയ്യാം. പാർട്ണർഷിപ്പിനകത്ത് നിന്ന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റിൻ്റെ വിഹിതം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മൈനറെ അപ്പോയിൻറ്റ് ചെയ്യാം. അതിനെന്തില്ല, യാതൊരു രീതിയിലുള്ള പ്രശ്നവുമില്ല. എന്നാൽ
പാർട്ണർഷിപ്പ് ആക്ടിനകത്ത് പറയുന്ന പോലെ ഒരു പാർട്ട്ണർക്ക് അൺലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ട് എന്ന് പറയുന്ന ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു മൈനറെ പാർട്ട്ണറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ സാധ്യമല്ല. ആ പാർട്ണർഷിപ്പ് ഡീഡ് പെർമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ മറ്റുള്ള പാർട്ട്നേഴ്സ് എല്ലാവരും പെർമിഷൻ നൽകുന്നുണ്ടെങ്കിൽ ഒരു മൈനറെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് പാർട്ട്ണറായിട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ യാതൊരു രീതിയിലുള്ള ലയബിലിറ്റിയും അയാൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നൽകാനായിട്ട് സാധ്യമല്ല. ലോസ് വന്നു കഴിഞ്ഞാൽ അത്തരം ലോസ് ഷെയർ ചെയ്യാനായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ലയബിലിറ്റീസ് ഒന്നും ഇല്ലാതെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് മാത്രം ബെനിഫിഷ്യറി എന്നുള്ള രീതിയിൽ ഒരു മൈനറെ പാർട്ട്ണറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നും ഇല്ല. ഓക്കെ, ഇനി എന്തെങ്കിലും രീതിയിലുള്ള ലയബിലിറ്റീസ് വന്നു കഴിഞ്ഞാലോ അത് അയാൾക്ക് എത്രയാണോ ആ പാർട്ണർഷിപ്പിനകത്തുള്ള ഇൻട്രസ്റ്റ്, ദാറ്റ് മീൻസ് എത്രത്തോളം എമൗണ്ട് ആണോ ഒരു മൈനർ പാർട്ണർഷിപ്പിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, അത്ര മാത്രമേ അയാൾക്ക് ആ ഒരു പരിധി വരെ മാത്രമേ അയാൾക്ക് ലയബിലിറ്റി ഉണ്ടായിരിക്കുകയുള്ളൂ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, മൈനർ ആസ് ഇൻസോൾവെന്റ്. A minor cannot be declared insolvent because even for necessaries he is not personally liable, but his estate alone is liable. Therefore, a minor cannot be declared insolvent. അപ്പോൾ ഒരു മൈനറെ ഇൻസോൾവെൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ കഴിയുമോ? എന്താണ് ഇൻസോൾവെൻ്റ് എന്ന് പറയുന്നത്? പാപ്പരായിട്ടുള്ള ആളിനെ നമ്മൾ ഇൻസോൾവെൻ്റ് എന്ന് പറയാം. ദാറ്റ് മീൻസ് അയാളുടെ പ്രോപ്പർട്ടിയേക്കാളും അയാളുടെ കയ്യിലുള്ള ക്യാഷിനേക്കാളൊക്കെ അയാളുടെ ലയബിലിറ്റി എന്ത് ചെയ്യുക, കൂടിപ്പോവുക. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ തന്നെ തൂക്കിക്കൊടുത്താലും അയാളുടെ ലയബിലിറ്റീസ് ഒന്നും കൊടുത്തു തീർക്കാൻ പറ്റാത്ത സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ അത്തരം സാഹചര്യത്തിൽ കോർട്ടാണ് എന്ത് ചെയ്യുക, ഒരാളെ ഇൻസോൾവെൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കുക. ഓക്കെ, എന്നാൽ ഒരു മൈനറെ ഇൻസോൾവെൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കാൻ വഴിയുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് കഴിയില്ല? ഇവിടെ നെസസറീസ് സപ്ലൈ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ പോലും, ഇനി അതല്ല നെസസറീസ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ പോലും ഒരു മൈനർക്ക് ലയബിലിറ്റി വരുന്നില്ല. അയാളുടെ പ്രോപ്പർട്ടിക്കാണ് എന്തുള്ളത്, ലയബിലിറ്റി ഉള്ളത്, അല്ലെങ്കിൽ അയാളുടെ എസ്റ്റേറ്റിനാണ് ലയബിലിറ്റി വരുന്നത്. ദാറ്റ് മീൻസ് മൈനർക്ക് യാതൊരു രീതിയിലുള്ള ലയബിലിറ്റിയും ഇല്ല എന്നർത്ഥം, അല്ലേ? അതുകൊണ്ട് തന്നെ ഒരു മൈനറെ ഇൻസോൾവെൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കാനും സാധ്യമല്ല. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഷെയർ ഹോൾഡർ ആയിട്ട് വെക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരാം, അല്ലേ? അവിടെയൊക്കെ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പെർമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാളെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഷെയർ ഹോൾഡർ ആയിട്ടും വെക്കാം. എന്തിനു വേണ്ടിയിട്ട്? ബെനിഫിറ്റിന് വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, അപ്പോൾ ബെനിഫിഷ്യറി ആയിട്ട് വേണമെങ്കിൽ ഒരു മൈനറെ അപ്പോയിന്റ് ചെയ്യാം, അതിനെന്തില്ല, പ്രശ്നമില്ല. എന്നാൽ മൈനർക്ക് ലയബിലിറ്റീസ് ഒന്നും വരുന്നില്ല എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, അവിടെ നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലോ റിഗാർഡിങ് മൈനേഴ്സ് എഗ്രിമെൻ്റ് എന്നുള്ളതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് കപ്പാസിറ്റി ടു കോൺട്രാക്റ്റ്, ആരാണ് മൈനർ, അതുപോലെ തന്നെ മൈനറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ.